നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് കവിതയാണ് ജോണി ജോണി എസ് പപ്പ. ഈ കവിത പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ജോണി പപ്പയോട് കള്ളം പറയല്ലേ, ഈ കവിത പഠിച്ചാൽ നമ്മളെ കൂടി കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നതല്ലേ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോട്ടെ, ഇതിപ്പോൾ വലിയ ചൂടുള്ള ഒരു സമയമാണല്ലേ, നമ്മൾ ഈ ചൂടെടുത്ത് വേർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന കവിതയുണ്ട്, എന്തിനാണ് ആ കവിതയൊക്കെ പഠിക്കുന്നത്, നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ സംസ്കാരത്തിന് ചേരുന്നതാണോ ഇതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഒരാൾ അങ്ങനെ ചിന്തിച്ചു, ഒന്ന് കേട്ട് വരാം. Rain, rain, go away. Come again another day. Little Johnny wants to play. ये हमारी संस्कृति नहीं है, भले ही अंग्रेजी में कविता हो, हमारी संस्कृति में है पर्जन हिताय, स्वांत सुखाय नहीं. ये कविता स्वांत सुखाय बता रही है कि मेरा जॉनी खेलना चाहता है, इसलिए जो सर्वजन हिताय बारिश है वो चली जाए. ഇത് പറഞ്ഞത് സാധാരണ ഒരാളല്ല, ഉത്തർപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് എന്താ സംഭവം അല്ലേ, നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണോ? അല്ലെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത കവിതകളാണിത് എന്നൊക്കെ നമുക്ക് ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. വിഷ്ണു പ്രസാദ് കൂടുതൽ വിവരങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. സന്ധ്യ, നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന നഴ്സറി പാട്ടുകളാണ് ജോണി ജോണി എസ് പപ്പായും അതോടൊപ്പം തന്നെ റെയിൻ റെയിൻ ഗോയവേയും. ഇപ്പോൾ ഈ കവിതകളെ പോലും അല്ലെങ്കിൽ ഈ ഒരു റൈമുകളെ പോലും വിവാദമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ യോഗേന്ദ്ര ഉപാധ്യായ. ശിക്ഷാമിത്ര എന്ന് പറയുന്ന ഒരു പരിപാടിക്കിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആദ്യ വിമർശനം. അന്ന് ജോണി ജോണി എസ് പപ്പ എന്ന ഗാനം അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. അതായത് കുട്ടികളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന കവിതയാണ് ഇത്, പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും മറ്റൊരു കവിതയ്ക്കെതിരെയാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന ഒരു നഴ്സറി പാട്ടിനുമെതിരെയാണ് ഇപ്പോൾ മന്ത്രി ആ പാട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ വരികളിൽ പറയുന്നത് ഒരു കുട്ടിക്ക് കളിക്കാൻ വേണ്ടി മാത്രം മഴയോട് ഇന്ന് വരരുത്, മറ്റൊരു ദിവസം വരൂ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ പാകപ്പെടുത്തുന്നില്ല എന്നതാണ്. മാത്രവുമല്ല, തങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിശോധിക്കാതെ മഴയോട് മാറി നിൽക്കാനെല്ലാം പറയുന്നു. അങ്ങനെ ഒരു വിചിത്രവാദമാണ് മന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്, ഇതൊക്കെ എന്തായി പറയുന്നത് എന്ന് ആരാണെങ്കിലും ചിന്തിച്ചു പോകും. അത്രയും നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള കവിതകളാണല്ലേ. നമ്മളൊന്നും ഒരു കാലത്തും മന്ത്രി പറഞ്ഞ പോലെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുകയുമില്ല. ഇനി വരുന്ന കുട്ടികളും അങ്ങനെയൊന്നും അത്തരത്തിലൊന്നും ചിന്തിക്കാനും പോകുന്നില്ല എന്നതാണ്. ശരി.